ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. 2025 എല്ലാവർക്കും വളരെ നല്ല ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ 2025 കണ്ടിന്യൂസ്ലി വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് വരണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. കാരണം കുറേ വർഷമായി ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ഒരു സമ്പ്രദായം എനിക്കുണ്ടായിരുന്നില്ല. അതിന് കാരണം എൻ്റെ ചുറ്റുപാടുകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ കഴിയാറില്ല. കുറേ ദിവസം കൂടുമ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് അപ്പോൾ ഉള്ളൊരു കണ്ടൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു നിശ്ചിത ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ലെവലിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷമായെങ്കിലും ചാനൽ വളർന്ന് മുന്നോട്ട് വരണം എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ട് ഇന്ന് വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം അതിനെനിക്ക് കഴിയില്ല എന്നൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിനോടായാലും പുതിയ ആൾക്കാരോടായാലും സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാത്തത്. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ പല ചാനലുകളും കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടിന്യൂസ്ലി അവരിൽ നിന്ന് വീഡിയോസ് പ്രതീക്ഷിക്കും. അതില്ലാത്തൊരു ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കില്ലല്ലോ സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോടും അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഒരു റെഗുലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാതിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു മാറ്റി 2025 വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. കാരണം പുതിയ വർഷത്തിൽ പുതിയ വാർത്തകൾ, നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാവട്ടെ. നമുക്ക് നല്ല വാർത്തകളായിരിക്കട്ടെ 2025 നിറഞ്ഞു നിൽക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതുജീവിതത്തിലേക്ക് എല്ലാവരും കാൽ വയ്ക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഉമാ തോമസിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ രാവിലെ വന്നിട്ടുണ്ട്. അതിലെ ഒരു വളരെ ഫാസ്റ്റായിട്ട് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 മക്കളോടും ന്യൂ ഇയർ ആശംസകൾ നേർന്നു. വളരെ വ്യക്തമായിട്ടുള്ള രീതിയിലെന്നാണ് ഡോക്ടർ രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടൊരു വാർത്തയായിട്ടാണ് എനിക്കത് തോന്നിയത്. അതുപോലെ തന്നെയാണ് കാണാതായ നമ്മുടെ പട്ടാളക്കാരൻ തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടിട്ട് പകുതിയിൽ എവിടെ വെച്ച് കാണാതായി എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ബന്ധുക്കളും വീട്ടുകാരും പോലീസും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം സാമ്പത്തിക ബാധ്യതയെ തുടർന്നിട്ട് തൽക്കാലം എവിടേക്കോ മാറി നിന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതെ നാട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഉമാ തോമസും വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ നല്ലൊരു വ്യക്തിയാണ് ഉമാ തോമസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അവരുടെ സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഇനി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരും വളരെ പെട്ടെന്ന് റിക്കവറായി വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. തുടർന്നും നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.